നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീ CJ കുട്ടപ്പനാണ്. തെയ്യം താരാ ശരിക്കലും മൂടിഞ്ഞേ തെയ്യം താരാ മാടത്തിലെന്തൊണ്ടോ കച്ചിക്കൂടിക്കാനേ അന്തിക്കേടി ഈടാത്തി തെയ്യം താര ഈ ആണ്ടിക്കാഴ്ചയില്ലേ തെയ്യം താര ഇക്കൊല്ലോണം വന്നേ തെയ്യം താര കയ്യോടു കയ്യിലും ചുറ്റി നടന്നേ തമ്പ്രാമ്പാടിക്ക് ചെന്നേ തെയ്യം താര. കുട്ടപ്പൻ ചേട്ടനെ നാടൻ പാട്ടുകളിലൂടെ ഞങ്ങൾ എല്ലാവരും അറിയും. പക്ഷേ കുട്ടപ്പൻ ചേട്ടന്റെ വ്യക്തിജീവിതം, കുട്ടപ്പൻ ചേട്ടന്റെ പശ്ചാത്തലം, അതൊക്കെ പരിചയപ്പെടുത്താനുള്ള ഒരു സന്ദർഭമാണ് ഇത്. ഏതായാലും നമുക്ക് കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. അച്ഛന്റെ പേര് കുമാരദാസ്, അമ്മയുടെ പേര് തങ്കമ്മ. അവരെന്ത് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവർ കർഷക തൊഴിലാളികളായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ഒരു പശ്ചാത്തലമായിരുന്നില്ല. ഒരു ജന്മിയുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്ന്. ആ ജന്മിയുടെ പാടത്ത് പണിയായിരുന്നു? അതെ, പാടത്തും പറമ്പിലുമായിട്ടുള്ള പണികൾ. കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? കുട്ടിക്കാലം എനിക്ക് എപ്പോഴും വളരെ സമൃദ്ധമായ കുട്ടിക്കാലായിരുന്നു. ഞാൻ ചെങ്ങരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് ജോൺസ് LP സ്കൂളിലാണ് ഞാൻ എൻ്റെ ആദ്യ കാലത്തെ പഠനം എന്ന് പറയുന്നത്. അന്ന് ഈ ആശാൻ പള്ളിക്കൂടമൊക്കെ ഉള്ള കാലമാണ്. പക്ഷെ എനിക്ക് ആശാൻ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല. എങ്കിലും എനിക്ക് ആശാൻ പള്ളിക്കൂടത്തിലെ ശിക്ഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ നേരെയുള്ള സഹോദരിയെ ആശാൻ പള്ളിക്കൂടത്തിൽ ഞാനായിരുന്നു എല്ലാ ദിവസവും കൊണ്ടുപോവുക. അപ്പോൾ അവളെ പഠിപ്പിക്കുന്നത് കണ്ട് അങ്ങനെയാണ് എനിക്ക് ഈ ക്രമകൃത്യമായി മലയാള അക്ഷരങ്ങളൊക്കെ എനിക്ക് ശരിക്കും വശമാകുന്നത്. അങ്ങനെയാണ് അനിയത്തിക്കുട്ടിയെ ആശാൻ പഠിപ്പിക്കുന്നത് കണ്ട്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഞാനും അവൾക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കും. അന്ന് ഈ ഓലയിലാണ് എഴുതി പഠിക്കുന്നത്, ഓലയിലാണ് ആശാൻ എഴുതി കൊടുക്കുന്നത്. നാടോടി രീതിയിലുള്ള വിദ്യാഭ്യാസവും ഔപചാരിക വിദ്യാഭ്യാസവും ഒരേ സമയം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായി. ഈ ജാതിപരമായ ഉച്ച നീചത്വങ്ങൾ അത് കുട്ടപ്പൻ ചേട്ടന്റെ കുട്ടിക്കാലത്ത് ഏത് തരത്തിലാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്? അത് പൊതുവെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എല്ലാവരും തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൊരു പശ്ചാത്തലമാണുള്ളത്. എങ്കിലും കുട്ടിക്കാലത്ത് ദലിതരായിട്ടുള്ള ആളുകൾ, പരിചയമുള്ളവരോ ബന്ധുക്കളോ ഒക്കെ ആയ ആളുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള എന്തെങ്കിലും ക്രൂരതകളോ അനീതികളോ ഓർമ്മയിലുണ്ടോ? നേരിട്ട് പറയാവുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളതുമുണ്ട്. നേരിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കൃത്യസമയത്തായിരിക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. നീ കടയിൽ പോയി ഒരു 2 റാത്ത് പിണ്ണാക്ക് മേടിച്ചോണ്ടോ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാതെ സ്കൂളിൽ പോകാൻ പറ്റില്ല. ആര് പറഞ്ഞാലും അല്ല, അവർ ആ ഒരു അധികാരം നമ്മുടെ മേൽ ഉപയോഗിക്കും. നമ്മള് കുടുംബമൊക്കെ ജോലി ചെയ്യുന്ന വീട്ടിലെ ജന്മികുടുംബത്തിലെ ആളുകളാണോ അത് പറയുന്നത്? ഏത് സവർണനും അങ്ങനെ പറയാം? അല്ല, അതെല്ലാം പരിസരവാസികളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെയൊക്കെ ആശ്രയിച്ചാണല്ലോ നമ്മൾ അവിടെ കഴിയുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലായിരുന്നാലും കൂലിവേല സംബന്ധമായിട്ടായിരുന്നാലും ആ ഒരു അന്നത്തെ ഗ്രാമീണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇന്നത്തേത് പോലെ അല്ലല്ലോ. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ ഒരു ജോലി പറഞ്ഞാൽ അത് ചെയ്തിട്ട് വേണം പോകാൻ. ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇടുക്കിയിലും കോട്ടയത്തും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത് എവിടെയൊക്കെയായിരുന്നു? സ്കൂള് ഞാൻ ഈ പറഞ്ഞ കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിച്ചു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് അവിടെ അപ്പോൾ 67-68 SSLC പാസ്സായി ഞാൻ. അപ്പം അന്ന് അവിടെ കോളേജില്ല.
ആദ്യമായിട്ട് വരുന്നൊരു കോളേജ് എന്ന് പറഞ്ഞാൽ നെരിയമ്പാറ ശബരിഗിരി ദേവസ്വം ബോർഡ് കോളേജാണ്. അത് വണ്ടക്കൽ ഭാസ്കർ കുറുപ്പ് എന്ന് പറയുന്ന ആളുടെ മാനേജ്മെന്റിൽ അദ്ദേഹമായിരുന്നു അതിന്റെ മാനേജർ. ദേവസ്വം ബോർഡിന്റെ കോളേജായിരുന്നു. അതൊരു ഒരു വനപ്രദേശമാണ്. ഒരു വലിയ മലമുകളിലായിരുന്നു ഈ കോളേജ്. കോളേജ് എന്ന് പറയാനായിട്ട് നമ്മൾ കോളേജ് എന്ന് കേൾക്കുമ്പോൾ കാണുന്ന സങ്കല്പമൊന്നും വേണ്ട. ഒരു ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇട്ട വളരെ നീളത്തിലുള്ള ഒരു ഷെഡ്, അത്രയും മാത്രം സങ്കല്പിച്ചാൽ മതി. അതിലെങ്ങനെ ക്ലാസ് മുറി തിരിച്ച് അവിടെയായിരുന്നു. അവിടെ ചില കാലങ്ങളിൽ പ്രൊഫസറെ പോലും നമുക്ക് കാണാൻ പറ്റില്ല, ലെക്ചററെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? മഞ്ഞ് കയറി മൂടിയിട്ട് അധ്യാപകർക്ക് കുട്ടികളെയും കാണാൻ പറ്റില്ല, കുട്ടികൾക്ക് അധ്യാപകരെ കാണാൻ പറ്റില്ല. അതുപോലെ കോടമഞ്ഞ് കൊണ്ടങ്ങ് മൂടും. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്നത്. പിന്നെ അവിടെ അന്ന് വിദ്യാർത്ഥികൾ യൂണിയൻ ബേസിലല്ലാതെ, അന്ന് KSUSFI ഒക്കെ ഉള്ള സമയമാണ്. എങ്കിലും അന്ന് എനിക്കൊന്ന് SFI ആയിട്ടില്ലെന്ന് തോന്നുന്നു. KSF ആണ്. അതെ, KSF ആണ്. KSF-ഉം KSYF-ഉം ആണ്, DYFI അല്ല. KSYF-ഉം KSF-ഉം ആണ്. അതെ. അപ്പൊ അന്ന് ആ ഒരു യൂണിയൻ ബേസിലൊന്നും അല്ല, മുഴുവൻ കുട്ടികളും ഒരുമിച്ച് നിന്ന് ആ സ്കൂളിന് കോളേജിനോട് ചേർന്നൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളും ഞങ്ങളുടെ ഈ സമരത്തിൽ പങ്കായിട്ടുണ്ട്. എല്ലാം കൂടി സമരം ചെയ്താണ് ആ കോളേജാണ് ഇപ്പോൾ കട്ടപ്പന വെള്ളയാംകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തുന്ന. ഈ മലയുടെ മുകളിൽ നിന്ന് കോളേജ് മാറ്റി സമതലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു സമരം. ആ സമരത്തിൽ ഞങ്ങൾ ഒത്തിരി ത്യാഗമൊക്കെ സഹിച്ചതാണ് ആ സമരവുമായി ബന്ധപ്പെട്ട്. BA വരെയാണോ പഠിച്ചത്? BA പാസ്സായിട്ടാണോ നിർത്തുന്നത്? BA പാസ്സായില്ല. പരീക്ഷ എഴുതിയില്ല? കംപ്ലീറ്റ് ചെയ്തേ. അത് കഴിഞ്ഞ് കുട്ടപ്പച്ചേട്ടൻ എന്ത് ചെയ്തു? BA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാത്രയായിരുന്നു. യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു എന്റെ മനസ്സിലൊരു വലിയ സ്വപ്നമായിരുന്നു. ഒരു യാത്ര മനസ്സിന് എപ്പോഴും എന്റെ മനസ്സിൽ. അത് ഞാനിങ്ങനെ കേരളത്തിൽ മിക്കവാറും ജില്ലകളിലൊക്കെ പോയി. അതിനുശേഷം തമിഴ്നാട്, കർണാടകം, ബീഹാർ, ഒറീസ, കുറെ സ്റ്റേറ്റുകൾ പോയി. എന്താ ജോലി അന്വേഷിച്ചാണോ പോകുന്നത്? എവിടെയെങ്കിലും സ്ഥിരമായ ഒരു ജോലി, എവിടെയെങ്കിലും നിന്ന് സ്ഥിരമായ ജോലി ചെയ്യണമെന്നുള്ള ഉദ്ദേശമൊന്നും മനസ്സിലില്ല. അലഞ്ഞുതിരിയലായിരുന്നോ? അലഞ്ഞുതിരിയലല്ല. പിന്നെ എനിക്ക് ഈ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അച്ഛന്റെ കൂടെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ കന്നുകാലികളെ വാങ്ങാനും പിന്നെ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും അച്ഛൻ കമ്പത്ത് ഇടുക്കിയിൽ നിന്നൊക്കെ പോകും. അവിടെ നടന്നു പോകും. ആ കൂടെ അച്ഛന്റെ കൂടെ ഞാൻ പോകും. അങ്ങനെ പോകുമ്പോൾ ഈ തമിഴ്നാടിന്റെ ഗ്രാമങ്ങളൊക്കെ കാണുക, അവിടുത്തെ ആളുകളെ കാണുക, അവരുമായിട്ടൊക്കെ ഇടപെടുക. അപ്പം ചിലപ്പോൾ അവിടെ പോയി ഞങ്ങൾ ചിലപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ താമസിക്കേണ്ടി വരും. ഞങ്ങൾ ഈ പശുക്കളെയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ തരകന്മാരുടെ വീട്ടിൽ താമസിക്കും ഞങ്ങൾ. അപ്പോൾ കൂടുതൽ അവരൊക്കെ ആയിട്ട് ഇടപെടാനൊക്കെ ഉള്ളൊരു. ഗ്രാമങ്ങളിൽ പോയി താമസിച്ച് അങ്ങനെ നടക്കാനൊരു താല്പര്യം. പിന്നെ ഞങ്ങള് എന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാര് ഞങ്ങളെ അവിടുന്ന് വാഴക്കുല സ്വരൂപിച്ചിട്ട് അത് ഞങ്ങൾ പഴിപ്പിച്ച് അവിടുന്ന് കാളവണ്ടിയിൽ കയറ്റി ഞങ്ങൾ കമ്പത്ത് കൊണ്ട് വിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഈ തമിഴ്നാട്ടിലെ വില്ലേജുകൾ നമ്മുടെ കേരളത്തിലെ വില്ലേജുകൾ പോലെ അല്ലല്ലോ തമിഴ്നാട്ടിലെ വില്ലേജ്. അതൊരു വലിയ ഹരമായിരുന്നു. അപ്പൊ ഈ താല്പര്യത്തോടെ ഗ്രാമങ്ങള് അന്വേഷിച്ച് എത്ര നാൾ നടന്നു? അങ്ങനൊരു 5 വർഷം. 5 വർഷം അലഞ്ഞു തിരിഞ്ഞു. വീട്ടിൽ നിന്ന് സമ്മതിച്ചു? ജോലിയൊന്നും ചെയ്യാതെ അലഞ്ഞു തിരിഞ്ഞു? ഞാനിങ്ങനെ എന്റെ ഒരു താല്പര്യമാണ്. അച്ഛൻ സമ്മതിച്ചോ? അച്ഛന് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ആ കാലത്തും പാട്ട് അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചിരുന്നു. പഠിച്ചിരുന്നോ? ഈ പറയുന്ന സ്ഥലത്തെ പാട്ടുകളൊക്കെ പഠിച്ചോ? പാട്ടൊരു വലിയ ഹരമായിരുന്നു അന്നും.